മരണപ്പെട്ട മകൻ്റെ ആത്മാവ് മൈനയായി പുനരവതരിച്ചതോ? ആ ചോദ്യം ബാക്കിയാകുന്നു. പക്ഷേ ഇവിടെ ഒരമ്മ വിശ്വസിക്കുന്നത് മകൻ എങ്ങും പോയിട്ടില്ല, ഒപ്പമുണ്ട് എന്ന് തന്നെയാണ്. മകൻ്റെ ഭൗതികാവശിഷ്ടങ്ങളും മകൻ്റെ കട്ടൗട്ടുകളും ഒക്കെ എടുത്ത് അവനോട് സംസാരിച്ച് ജീവിതം തള്ളി നീക്കുന്നൊരമ്മ. ഷാരോണിൻ്റെ കഥയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു വാഹനാപകടത്തിൽ 10 വർഷം മുമ്പ് മരണപ്പെട്ട ഷാരോൺ പിന്നീട് വർഷങ്ങൾക്കിപ്പുറം അമ്മയ്ക്ക് കൂട്ടായി ഒരു മൈനയെത്തി. ആ അമ്മ അതിനെ മോളെന്ന് കരുതി മാധു എന്ന് വിളിച്ചു. മാധുവും ഇന്ന് അമ്മയെ വിട്ടുപോയിരിക്കുന്നു. ആ അമ്മയുടെ കഥയാണ്, മരണപ്പെട്ട ഷാരോണിൻ്റെ കഥയാണ്. ഷാരോണിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്ന അമ്മയുടെ കഥയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഷാരുമോനിപ്പോൾ മരിച്ചിട്ട് ഈ ഡിസംബർ വരുമ്പോൾ 10 വർഷമാണ്. അപ്പോൾ അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരെ പോലെ ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. മെമോനോ എന്നുള്ള ബന്ധത്തിനേക്കാളധികം നല്ല കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. യാത്രകളെല്ലാം ഭയങ്കര യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പർച്ചേസിന് പോണതൊക്കെ തിരുപ്പൂരൊക്കെ പർച്ചേസിന് പോകുമ്പോൾ ഞങ്ങൾ കാറിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അവന് ഡ്രൈവ് ചെയ്യാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. യാത്രകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മോനെയുമായിട്ട് അങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കര ആത്മീയമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം മോൻ പോയിട്ട് 10 വർഷമായി. ഒരു ദിവസം പോലും ഞാൻ ഈ 10 വർഷത്തിനുള്ളിൽ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കഷ്ടിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉള്ള ഈ ഉറക്കമില്ലാതെ നടക്കുന്ന രാത്രികളും ഞാൻ എൻ്റെ ഈ കട്ടൗട്ട് വെച്ചതിന് പിന്നെ ഞാൻ അതിലേക്ക് നോക്കിയിട്ടാണ് അവനോട് വർത്താനം പറയുന്നത്. മകന്റെ മരണത്തിന് വർഷങ്ങൾക്കുപ്പുറം തനിക്ക് വഴിയരികിൽ നിന്ന് ലഭിച്ചൊരു മൈനക്കുഞ്ഞ്, ചിറക് വിരിയാത്തൊരു മൈനക്കുഞ്ഞ്, അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി. അത് കണ്ട അയൽവാസികളും നാട്ടുകാരും എല്ലാം പറഞ്ഞു അവരുടെ മകൻ മൈനയായി പുനർജനിച്ചതാണ് എന്ന്. എന്നാൽ ആ അമ്മ വിശ്വസിക്കുന്നത് മകൻ അമ്മയ്ക്ക് കൂട്ടായി അതിനെ അയച്ചതാണ് എന്നാണ്. മകനെങ്ങും പോയിട്ടില്ല, തനിക്കൊപ്പമുണ്ട് എന്ന് ആ അമ്മ വിശ്വസിച്ചു പോരുന്നു. പിന്നെ വന്നു കിട്ടിയതായിരുന്നു മാധു വന്നു കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് ഒറ്റക്കായി പോയതിൻ്റെ കൊണ്ട് ഞാനിങ്ങനെ നിശബ്ദമായിട്ടല്ലേ നിന്നേ. അവനോട് മാത്രം സംസാരിക്കാനേ ഉണ്ടായിരുന്നു. മാധു വന്നു കഴിഞ്ഞപ്പോൾ മോൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് മാധുവിൻ്റെ കൂടെ. മാധു ഒരു മൈനയാണ്. അപ്പോൾ മൈനേനെ എനിക്ക് എൻ്റെ കടയുടെ വാതിക്കൽ നിന്ന് കിട്ടിയതാണ്. കല്ലൂരാണ് കട. അപ്പോൾ കല്ലൂർ ചമ്മണ്ടി ടവറിലാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്തപ്പോൾ ആദ്യമൊക്കെ മാധു ഇങ്ങനെ പറക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കടയുടെ വാതിക്കയിൽ വന്ന് വീണതാണ്. അതിന് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഒരു മാസത്തിലധികം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ കൊണ്ടുവരുമായിരുന്നു. അവിടെ നിന്ന് കടയിൽ പോകുമ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടുപോകും. കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും അവളെ ഇങ്ങോട്ട് രാത്രിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ കടയിൽ വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതെല്ലാം അവളും കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ തന്നെ വെച്ചിട്ട് പോകാൻ തുടങ്ങി. അവൾ തന്നെ ഭക്ഷണം കൊത്തി തിന്നാനായപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഇത് ചെയ്തിട്ട് പോകും, അകത്തിട്ടിട്ട് പോകണം ബാത്റൂമിന് ഇതിൽ. അപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറന്ന് നടക്കാനുള്ള സ്ഥലമുണ്ട്. ഭക്ഷണം വെച്ച് കൊടുക്കും. വൈകുന്നേരം വരുമ്പോഴേക്കും ഞാൻ വന്ന ടൈം കഴിഞ്ഞ് കുറച്ചും കൂടി ലേറ്റായിട്ടാണ് വന്നെങ്കിൽ അവളെന്നെ ഓരോ കാലയിലും എന്നെ ഓരോ ഇങ്ങനെ ചോദിക്കും, ഹേ എന്നും പറഞ്ഞ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് അവൾ എൻ്റെ ഓരോ കാലയിലും ഇങ്ങനെ കൊത്തുപോയിരുന്നു. മോനാണ് മാധുവായി വന്നത് എന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ മോനെയും കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പറയാൻ തുടങ്ങി. ഇത് ആൾക്കാർക്കൊരു പേടി പോലെ തോന്നാൻ തുടങ്ങി. കാരണം അത് അവരുടെ മോൻ്റെ ആത്മാവാണ് കേട്ടോ, അത് അവൻ്റെ മോൻ്റെ ആത്മാവാണ്, അവർക്ക് കൂട്ടായിട്ട് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അന്നേരമാണ്.
എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അവൾ ഈ എൻ്റെ മടിയിൽ എന്നെ ടച്ച് ചെയ്തേ ഇരിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ എൻ്റെ തോളത്ത്, അല്ലെങ്കിൽ എൻ്റെ തലയിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ, എവിടെയെങ്കിലും എൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് അവൾ ഈ ടച്ച് ചെയ്തിട്ടേ ഇരിക്കുകയുള്ളൂ. ഷാരുമോനും ഞാനും ഇവിടെ ഉള്ളപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഷാരുമോൻ ഇപ്പോൾ എൻ്റെ മടിയിൽ, ഞാൻ നിലത്തിരിക്കുന്നതാണെങ്കിൽ എൻ്റെ മടിയിൽ തലവെച്ചേ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വാരി കൊടുത്താലേ അവൻ തിന്നുള്ളൂ, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം പിന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ് നടന്നിരുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ അവളോട് വർത്തമാനം പറയാനായിട്ട് ഒരു ഇതായല്ലോ. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും, ആളുകൾ പറയുന്നതല്ലാതെ? അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഇപ്പോൾ ഷാരുവിനോട് വർത്തമാനം പറയണ പോലെ ഞാൻ അവളോടും പറയുമായിരുന്നു വർത്തമാനം. ഒരു മകന് ഷാരു ഒരു മകനായിരുന്നെങ്കിൽ അവളൊരു മകളായിട്ടാണ്, അത് പെണ്ണാണോ ആണോളോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനതൊരു മകളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ മാധു എന്നും പറഞ്ഞ് അതൊരു നമ്മളുടെ ഒരു സ്വന്തം എന്താന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. അതെനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ, അതും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവലാദികളും പരാതികളുമായിരുന്നു കൂടുതലുണ്ടായത്. കാരണം ഒരു ഷാരു മരിച്ചിട്ട് 6 വർഷത്തിന് ശേഷമാണ് മാധുവിനെ കിട്ടിയത്. അപ്പോൾ മാധുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളോട് വർത്തമാനം പറയാനായിട്ട് നമുക്ക് വീട്ടിനകത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റക്കാണെന്നുള്ളൊരു തോന്നൽ അന്നേരം ഇല്ലാതെ വന്നായിരുന്നു. കാരണം അതിനോടൊരു മനുഷ്യനോട് വർത്തമാനം പറയണ പോലെ അതിനോട് നമുക്കെന്തും പറയാമായിരുന്നു. അങ്ങനെയായിരുന്നു അത്. ഞാൻ എന്ത് ചെയ്യാൻ പോയാലും അവിടെയൊക്കെ വരും. പുട്ടുണ്ടാക്കാം, പുട്ടുണ്ടാക്കാം. ഓ, പുട്ടുണ്ടാക്കാം, പുട്ട്. ആത്മീയ കാര്യങ്ങളിൽ അതീവ താല്പര്യം പുലർത്തിയിരുന്ന ഷാരോൺ അമ്മയോട് മരണപ്പെടുന്നതിന് 41 ദിവസം മുൻപ് ചോദിച്ചു, അമ്മേ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുമോ എന്ന്. ഇല്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി. ഷാരോൺ 41 ദിവസങ്ങൾക്കിപ്പുറം ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. മകൻ തത്സമയം മരിച്ചതിനാൽ അവയവങ്ങളൊന്നും ദാനം ചെയ്യാനും സാധിച്ചില്ല. അത് എന്നോട് പറയാതെ പോയി എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പപ്പ വിളിച്ചു കഴിഞ്ഞപ്പോൾ, പപ്പ നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവൻ പോയതാണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ എന്നോട് തലേദിവസം എന്നോട് ചോദിച്ചായിരുന്നു, ആ പപ്പയുടെ റിലേഷൻ മരിച്ചത് സൗദി കിടന്ന് മരിച്ചതാണ്. ഡിസംബർ 24-ാം തീയതിയാണ് മരിച്ചത്. അവരെ കൊണ്ടുവന്നത് 29-ാം തീയതിയാണ്. അപ്പോൾ അമ്മ പോകുന്നുണ്ടോ എന്ന് 29-ാം തീയതി എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനില്ല, അവിടം വരെ യാത്ര ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എൻ്റെ നടുവ് വെട്ടിയിരുന്നതുകൊണ്ട് അവിടം വരെ യാത്ര ചെയ്യാനില്ല, മാന്നാറായിരുന്നു. അപ്പോൾ അവിടം വരെ യാത്ര ചെയ്യാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവൻ പോണ കാര്യം എന്നോടൊന്നും പറഞ്ഞുമില്ല. എൻ്റെ പപ്പ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് അവൻ പോയെന്നാണ് അവൻ മരിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ. അങ്ങനെയായിരുന്നു. മകൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളുടെ എല്ലൊക്കെ കൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കിട്ടുന്നു. അത് ഞാനത് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇപ്പം ശാസ്ത്രം ഒരുപാട് വളരുകയാണ്. അപ്പം ഞാനിങ്ങനെ അവനോട് ഒരുപാട് കാര്യങ്ങൾ, അവൻ മരിക്കുന്നതിന് തൊട്ട് ഒരു 40 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ മരണത്തെക്കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി മസ്തിഷ്ക മരണം സംഭവിച്ചാൽ എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ദാനം ചെയ്യില്ലെന്ന് അവനോട് പറഞ്ഞായിരുന്നു. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഞാൻ നിനക്കൊന്നും തന്നിട്ടില്ല, നിന്നെ ഈ കാണാവുന്ന രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണെങ്കിൽ, അപ്പം നമ്മൾ കണ്ണില്ലാണ്ട് സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. അപ്പം ദൈവം ശിക്ഷിച്ച ഒരാളെ രക്ഷിക്കാൻ നമ്മൾ ആളല്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് ദൈവത്തിൻ്റെ വിധി പറയാനായിട്ട് നിൽക്കുമ്പോൾ നിനക്ക് ഞാൻ ദാനമായി നൽകിയ അവയവങ്ങൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ആത്മീയമായിട്ട് അവനോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ മരിച്ചാൽ നീ കരയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കരയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കരയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് 20 വയസ്സ് വരെ ജീവിച്ചത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാപങ്ങൾ മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ അന്നദാനവും ദാനധർമ്മവും വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് നിന്നെ പെട്ടെന്ന് ഞാൻ സ്വർഗം കയറ്റും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ സ്വർഗത്തിലാണെന്ന് എങ്ങനെ അറിയും എന്ന് അവൻ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, ഈ കല്ലറയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. മിറാക്കിൾ സംഭവിച്ചാൽ അത്
സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സംഭാഷണങ്ങളൊക്കെ അങ്ങനെയാണ് ഓരോ പ്രാവശ്യവും പോയിക്കൊണ്ടിരുന്നത്. മകൻ ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അത്ഭുതങ്ങൾ സംഭവിച്ചതുകൊണ്ട് അവന് കൃത്യമായിട്ട് അവൻ മരിച്ചത് ഡിസംബർ 30 അവൻ ആഗസ്റ്റ് 1 സ്വർഗത്തിലെ അത്ഭുതങ്ങൾ കണ്ടത്. ആഗസ്റ്റ് 1 അവൻ ഒരു ഫോട്ടോയുടെ രൂപത്തിലെങ്കിലും പള്ളിയുടെ അകത്തേക്ക് കയറിയിരിക്കാനൊരു ഭാഗ്യം ലഭിച്ചത് 2019. അപ്പോൾ ക്രിസ്തീയ മതാചാരപ്രകാരം ഒരിക്കലും ഒരു പള്ളിയുടെ ദേവാലയത്തിനകത്തേക്ക് ഒരു ഫോട്ടോ ഒരിക്കലും കയറ്റത്തില്ല. പക്ഷേ ഷാരൂൻ്റെ ഏസ് തീം എന്നുള്ളൊരു രൂപത്തിൽ അതിലൊരു ഫോട്ടോ വെച്ചിട്ട് ഷാരൂനെ പള്ളിയിലകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം. അത് ഒരുപാട് ഒരു 10 ലക്ഷം രൂപ വേറെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് പള്ളികളിൽ വെച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ അപൂർവം ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കാം ഷാരൂന് ലഭിച്ചത്. ഷാരു പള്ളിയുടെ അകത്ത് അവിടെ ഇരിക്കുന്ന വിശുദ്ധരോടൊപ്പം ഷാരു ഒരു ഫോട്ടോയായി അതിനകത്ത് വെക്കാൻ കഴിഞ്ഞപ്പോൾ, അതിപ്പോൾ രണ്ടാമത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്തിങ്ക ബസിലിക്ക പോലുള്ളൊരു ബസിലിക്കയിലേക്ക് അവിടെയും ഒരു ചെറിയ ഫോട്ടോ ഷാരുവിൻ്റെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയുണ്ടായി. മോനോട് പറഞ്ഞ അവയവദാനം ചെയ്യില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് ഇപ്പം തോന്നുന്നുണ്ടോ അത് പറയേണ്ടിയിരുന്നില്ല? അല്ല, ഞാനൊരു സാധാരണ ഒരു ജീവിതം ചെയ്യുന്ന വളരെ ചെറിയ ചിന്താഗതിയാണ്. എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ചോദിച്ചേ. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ഇപ്പുറം അമ്മ ചിന്തിക്കുമ്പോൾ അന്നത് ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ല, ഷാരൂന് ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചോ അതുപോലെ തന്നെയൊക്കെയാണ്. എന്ന് വെച്ചാൽ ഷാരൂൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഷാരു തൽക്ഷണം മരിച്ചുപോയി. ഷാരൂനൊന്നും എടുത്തു മാറ്റാൻ പറ്റിയ ഒരു സമയം ഷാരൂന് കിട്ടിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാമായിരുന്നെന്ന് നമ്മൾ ആര് പ്രലോഭിപ്പിച്ചിട്ടും കാര്യമില്ലല്ലോ. അതെടുക്കാനൊരു സാഹചര്യവും കൂടി വേണമല്ലോ. നമ്മളുടെ മനസ്സ് എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നീയും, നീ മരിച്ചാൽ ഞാനും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ ഇത് ചെയ്യുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഇല്ല, നീ ലോട്ടറി അടിക്കണമെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞൊന്നും ഞാൻ നിന്നെ ഇത് ചെയ്യൂല. ഞാൻ മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കും. അവിടെ ചെന്ന് സംഭവിച്ചേ അത് 2-3 സംഭവങ്ങളുണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ എന്ന് വെച്ചാൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 10-11 വർഷം പഴക്കമുള്ള ഒരു കാര്യമായിരുന്നു. അത് ഷാരു മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷാരുവായിട്ട് കാട്ടിത്തന്നപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ആഴമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ മകനിത് കാട്ടിത്തരണമെങ്കിൽ മകൻ ഇപ്പോഴും അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ട്, അവരുടെ സോൾ പ്രസൻസ് ഉണ്ട്. അതെ, അത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഷാരു എന്നെ വിട്ടു പോയിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് വിഷമിച്ചാൽ ഇപ്പം എനിക്കാരുമില്ലല്ലോ, എനിക്കാരുമില്ല. ഞാനിവിടെ എനിക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കൊറ്റയ്ക്ക് എല്ലാ കാര്യവും എനിക്കൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ എൻ്റെ മകൻ്റെ രൂപത്തിൽ എനിക്ക് പല സപ്പോർട്ടുകളും കിട്ടുമ്പോൾ അത് ഷാരുവായിട്ടാണ് അത് എത്തിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജീവിതം പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ സാധിക്കില്ല, എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. മരണപ്പെട്ടിട്ടും മകൻ എങ്ങും പോയിട്ടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ അമ്മ ജീവിക്കുന്നു. മകനൊപ്പമുണ്ട് എന്ന ധൈര്യത്തിൽ, വിശ്വാസത്തിൽ, സ്നേഹത്തിൽ അന്വേഷിക്കുന്നുണ്ട്. മകൻ ഒരാളെ പറഞ്ഞു വിടും തീർച്ചയായും. ഇടയ്ക്കൊക്കെ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും, ഇപ്പം അത് മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് അതിനെയും കൂടി ഒരു പക്ഷിയായിരുന്നിട്ട് എനിക്ക് വെറുതെ ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു, അതിനെയും കൂടി എന്തിനാണ് തട്ടിപ്പറിച്ചതെന്ന് ദൈവത്തോടും പരാതി പറയും, എല്ലാത്തിനോടും ഇങ്ങനെ പരാതി പറയും. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാരോൺ ഈ ലോകം വിട്ടുപോയെങ്കിലും അമ്മയോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് അമ്മ വിശ്വസിക്കുന്നത്. ഷാരോണിന് പകരക്കാരനായല്ല അമ്മയിനെ വന്നത്, ഷാരോൺ അമ്മയ്ക്ക് കൂട്ടായി അയച്ചതാണ് എന്നാണ് അമ്മയുടെ വിശ്വാസം.
എന്തായാലും അമ്മയ്ക്ക് കാര്യങ്ങൾ പറയാനും സംശയങ്ങൾ പറയാനും സംസാരിക്കാനുമൊക്കെ ഷാരോൺ ഇപ്പോഴും ഈ വീട്ടിൽ അമ്മയ്ക്കൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെ അമ്മ മുന്നോട്ട് പോകുന്നു.